ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കറുത്ത വാവാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച്. കാരണം ഈ വർഷം 2024 ഇനി 2 ദിവസം കൂടെ മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് വന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം, ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് തന്നെ തരുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് വേദനകളിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടും അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തിൽ ഭയങ്കര അപകടം എന്ത് ചെയ്യുന്നു നടക്കുന്നു. ഇന്നലെ മന്ത്രി അല്ല MLA ആരാണ്, അവരുടെ പേരെന്ത്, ഉമ തോമസിന് ഒരു അപകടം നടന്നത് ന്യൂസിൽ കാണാനായി. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ എന്ത് ചെയ്യുന്നു കേരളത്തിനകത്ത് കാണാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെല്ലാം നല്ലോണം പ്രാർത്ഥിക്കുക, ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നടക്കുമ്പോഴാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ കൂട്ടം കൂടി ഇന്ന് വർത്തമാനം പറഞ്ഞൊക്കെ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും താഴെ നോക്കി നിലത്ത് നോക്കണം. ഒരു കല്ല് മതി നമ്മൾ ഒന്ന് തട്ടി വീഴാൻ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, എല്ലാവരും ശ്രദ്ധിച്ച് നടക്കുക. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, വളരെ സൂക്ഷിച്ച് എന്ത് ചെയ്യുക, നടക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 24 നമ്മളെ വിട്ട് പോകാനായിട്ട് വളരെയധികം എന്ത് ചെയ്യുന്നു ദിവസങ്ങളും ടൈമും മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം പുതിയൊരു വർഷത്തിൽ നമുക്ക് നല്ലവരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞ ഒരു ജോലിയാണ്. യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു ജോലിയാണ് ഞങ്ങളുടെ. എന്ന് വെച്ചാൽ അത് ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനും യാത്ര ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാനും, ഇതൊക്കെ നിങ്ങൾ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾക്കതൊരു നിമിഷം കാണുന്നത് മാതിരിയല്ല. എൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോ കണ്ടിന്യൂറ്റി ചെയ്തു പോകുന്ന ആളുകൾക്കറിയാം. വീഡിയോ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഏത് ജോലിക്കോ അതിൻ്റെ കഷ്ടപ്പാടുണ്ട്. ഇങ്ങേറ്റം ഒരു കടല വറക്കുന്ന ആൾക്ക് പോലും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ ഇങ്ങനെ ഇട്ട് ഇളക്കുന്നു, അല്ല, അതിൻ്റെ പിന്നിൽ അയാൾക്കും ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പാടുണ്ട്. അപ്പം യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ വീഡിയോ എത്തിക്കുക. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അസൂയയും കുശുമ്പുമാണ് മെയിനായിട്ട്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് കമൻ്റ് ഇട്ട ആളെ എന്ത് ചെയ്ത് അവർ നിമിഷ നേരം കൊണ്ട് തന്നെ എന്ത് ചെയ്തു, പൊക്കി രംഗത്ത് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു കമൻ്റ് ചെയ്തിരിക്കുന്ന അക്കയാണ്. അക്കയ്ക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. അവർ പറയുന്ന കേട്ട് നമ്മുടെ വായിലും അതുപോലെ തന്നെ വരുവാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് 1-2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനും ഈ കമൻറ്റ്, ഇവർ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഞാനും ഈ കമൻറ്റ് നോക്കി ചെന്നപ്പോഴും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ 2-3 വീഡിയോസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാനത് എടുത്ത് നോക്കിയപ്പം എനിക്ക് ഇവർ 1-2 കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്, ഒരു അമ്പലത്തിലെ വീഡിയോ ചെയ്യുന്നതെല്ലാം ഇവർ കണ്ടു. ഇവർക്ക് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചേട്ടാ, അവർക്ക് എന്തൊരു യോഗ്യതയുണ്ട് മറ്റുള്ളവരെ. ഞാൻ പറഞ്ഞു, ആരെന്തുമായിട്ട് ജീവിച്ചോട്ടെ, ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ചാനലിലുള്ള അവരുടെ കാര്യങ്ങളാണ് അതെല്ലാം. വീഡിയോ ഇടുന്നത്, ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ പോകണമെന്നൊക്കെ അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ല. അവരെ പോയിട്ട് ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ പെൺപിള്ളേർ വെറുതെ ഇരിക്കുമോ? അവരെ എടുത്തിട്ട് പൊക്കി നിങ്ങളെ വീട്ടിൽ കയറി എന്ത് ചെയ്യും, അവർ വരും. അപ്പോൾ എല്ലാവരുടെ ചാനലിൽ കൊണ്ടുപോയിട്ട് കമൻറ്റ് എഴുതുമ്പം നിങ്ങൾ വിചാരിക്കാൻ, കമൻറ്റ് എഴുതി കഴിയുമ്പോൾ ഈ ആൾക്കാർ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണ വല്ലതും എടുക്കുകയാണെന്ന്. ഒരിക്കലും അല്ല. നിങ്ങൾ തന്നെയാണ് അവിടെ സ്വയം നാറുന്നത്. ഈ എഴുതി വിടുന്ന ആളുകൾ ഒരിക്കലും നാറത്തില്ല, നിങ്ങളാണ് സ്വയം നാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അതുപോലെ വീഡിയോ എല്ലാം ചെയ്യുക. അപ്പം നിങ്ങളെ ചാനലിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് എഴുതുവാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? അപ്പോൾ അതുപോലെയൊക്കെയാണ് എല്ലാവരെയും. അമ്മമാർ നൊന്ത് പെറ്റവർ തന്നെയാണ്. എല്ലാവരും ചോറ് തന്നെയാണ് കഴിക്കണത്. എല്ലാവരുടെയും ശരീരത്തിൽ കൂടെ ബ്ലഡാണ് എന്ത് ചെയ്യുന്നത്, ഓടുന്നത്. അതിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ്. അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് എഴുതുന്ന ആളുകളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക്
നേരിടേണ്ടി വരും. നിങ്ങൾ ഒരു വാക്കിൽ എഴുതി തീർക്കും, അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കും. നിങ്ങളുടെ ഐഡിയ നേരെ കണ്ടുപിടിച്ച് നിങ്ങളെ എടുക്കാനൊന്നും വലിയ നിമിഷ നേരം മതി. അതിനൊക്കെ ഇറങ്ങി മെനക്കെടുകയാണെങ്കിൽ നിങ്ങൾ നാണം കെട്ട് പോകും. നിങ്ങൾക്കും കുടുംബമുള്ളതാണ്, മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിമിത്തം നിങ്ങളെ കുടുംബത്തിലിരിക്കുന്ന ആളുകളും കൂടെ എന്ത് ചെയ്യും, നാണം കെട്ട് പോകും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഇരുന്ന് കാണുമ്പോൾ ഇതൊക്കെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല ന്യൂ ഇയറും നല്ല ദിവസവും ഒക്കെ ആശംസിക്കാനായിട്ടാണ് എന്ത് ചെയ്ത് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. എന്തിനാണ് മറ്റുള്ളവരെ നമ്മൾ ദ്രോഹിക്കാൻ പോകണം? എന്തിനാണ്? നമുക്കില്ലേ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, നമുക്കില്ലേ ഇഷ്ടം പോലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ നോക്കി വിലയിരുത്തി നമ്മുടെ കാര്യം നോക്കി ജീവിക്കാനായിട്ട് ആദ്യം പഠിക്കുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷം എല്ലാവരും എന്ത് ചെയ്യുക, നല്ലോണം ദൈവികമായിട്ടും നല്ലോണം എന്ത് ചെയ്യുക, പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ഈ കമൻ്റ് ഇടാൻ എന്ന നേരത്ത് ഇങ്ങനെയൊക്കെ ആളുകളെ ദ്രോഹിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് 10 പൈസ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം. പിന്നെ എന്ത് ചെയ്യാതെ രാവിലെ ഇതുപോലെ കുളിയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇടസമയത്തൊക്കെ ഇരുന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇരുന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. കണ്ണൻ സുഖമായിട്ടിരിക്കുന്നു. കണ്ണാ ഉറക്കെ പറ. കണ്ണ സുഖമായിട്ടിരിക്കണ? സുഖം. കണ്ണനും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും അഡ്വാൻസ് ദേവലോകം ചാനലിലെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ദേവരാഗം ചാനലിൻ്റെ വകയായിട്ടും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഒരു ചാനലും കൂടെ ഉണ്ട്, ദേവരാഗം എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഞാൻ ദേവരാഗത്തിൽ നിന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കയറി കണ്ടു കഴിഞ്ഞാൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതും കയറി കാണും. അപ്പോൾ 2 ചാനൽ നമുക്കിപ്പോൾ ഉണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ദേവരാഗം ചാനലും ദേവലോകം ചാനലും എന്ത് ചെയ്യുക, കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി പുതിയൊരു വർഷം ഇനി വീഡിയോ ആയിട്ട് ഞാൻ വന്നില്ലെങ്കിലും അഡ്വാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇനി പ്രത്യേകിച്ച് വേറെ പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചും വളരെ സൂക്ഷിച്ചും ഈ ഒരു പുതിയ വർഷം, അതായത് 2025 കഴിഞ്ഞതൊക്കെ പൊയ്ക്കോട്ടെ, 2025 നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് നടക്കുക, ശ്രദ്ധിച്ച് ജീവിക്കുക, ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക, ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, ഇടപെടലുകൾ കാര്യം അധികം നമ്മൾ എന്ത് ചെയ്യുക, അധികം നമുക്ക് ആരെങ്കിലും അമിത സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ന്യൂ ഇയർ 25 വരവേറ്റ് എന്ത് ചെയ്യുക, സന്തോഷം അനുഭവിച്ച് സന്തോഷം പങ്കുവെച്ച് സന്തോഷമായിട്ടിരിക്കുക.